കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ജൂൺ 2025 ഇഗ്നോ ടേം ആൻഡ് എക്സാമിനേഷൻ അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലേൺവൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും തന്നെ എക്സാം റിലേറ്റഡ് സപ്പോർട്ടീവ് ആയിട്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇക്കൊല്ലം സക്സസ്ഫുള്ളി ഒരു 4th ഇയർ ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അൾട്ടിമേറ്റ് അനാലിസിസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ടിപ്സും ട്രിക്സും ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഷെയർ ചെയ്ത് തരുന്ന സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പ്രാവശ്യവും ഇഗ്നോ ഫോക്കസ് 4.0 എന്നുള്ള പേരിൽ നമ്മൾ ഈ പ്രാവശ്യം അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പാർട്ടായിട്ട് BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ് BCom ജനറലിനുള്ള ഒരു പേപ്പറാണ് BCOC 137, പ്രോബ്ലം പേപ്പറാണ്. അപ്പൊ ആ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പേപ്പർ, ഒരു പ്രോബ്ലം പേപ്പർ ആണ്. കുറെ പേര് ടഫ് എന്ന് പറയുന്ന പേപ്പേഴ്സ് ആണ്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാർക്സ് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ PYQ അനാലിസിസ് എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു 6 വർഷത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഏറ്റവും ഡാറ്റ ഡ്രിവൺ ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ എക്സാം സ്ട്രാറ്റജി പ്രിപ്പറേഷൻസ് ഫോളോ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ബേസിക്കലി നമ്മൾ ഒരുപാട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻസ് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ടും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തു പോകാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു അനാലിസിസിന്റെ ബേസിസിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് നോക്കാം. ഈ ഒരു ഡോക്യുമെന്റിന്റെ റോഡ് മാപ്പ് നോക്കുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ സിലബസ് മാപ്പിംഗ് സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ബ്ലോക്സ് ഉണ്ട്, യൂണിറ്റ്സ് ഉണ്ട്, അതിന്റെ ബേസിസിലാണ് ടോപ്പിക്സും വരുന്നത്. അപ്പോൾ ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്സ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയാസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അത് തന്നെയാണ് നമ്മളും ഉദ്ദേശിക്കുന്നത്. സിലബസ് മാപ്പിംഗ് വഴി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിക്കറിംഗ് ആയിട്ട് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് ഫസ്റ്റത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. കാരണം പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്ക് വരുന്നുണ്ട് അല്ലെ. ചിലപ്പോ കുറച്ച് എൻട്രീസ് എഴുതുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, ചിലപ്പോൾ ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്തെടുക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെ പാറ്റേണിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വരും സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് റിക്കറിംഗ് നേച്ചറിൽ വരുന്നുണ്ട്. സെയിം ക്വസ്റ്റ്യൻ പാറ്റേൺസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും 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 ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഒരു കൺസെപ്റ്റൽ തീംസും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ മാർക്സ് സ്കോർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തൊരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ്. ടോപ്പിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശം റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. അപ്പൊ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ജൂണിയർ എക്സാമിനും ചില ക്വസ്റ്റ്യൻസും ചില ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രോബബിലിറ്റിയും പ്രഡിക്ഷൻസും ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും ഓഫ് ടോപ്പിക് വൈസ് ഇങ്ങനെ വേണം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്കും പ്രിപ്പറേഷൻസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് കൂടാണ്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്
പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ തരുന്നതാണ്. നമ്മൾ കഴിഞ്ഞു പോയ എക്സാംസിന്റെ ബേസിസിൽ നമ്മൾ നിങ്ങളുടെ ഇഗ്നോ എക്സാമിന്റെ സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ചാൻസസ് അതെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. മോർ ഓവർ നിങ്ങൾക്ക് എന്താണ് ഒരു ഗുണം വരുന്നത്, നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഹാൻഡ് നിങ്ങളുടെ ഒരു റിവിഷൻ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ലേൺവൈസ് ആപ്പ് പർച്ചേസ് ചെയ്ത സ്റ്റുഡൻസിന് ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നിങ്ങളുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അല്ലാതെയുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കും ബാക്കിയുള്ള കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള ആൻസേഴ്സും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. നമുക്ക് എപ്പോഴും അറിയാം ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം. അപ്പൊ അതിനുള്ള ടെക്നിക്സും എങ്ങനെയാണ് നിങ്ങൾ ഒരു ആൻസർ എഴുതേണ്ടത്, എന്തൊക്കെയായിരിക്കും ഇഗ്നോ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാവും ശ്രദ്ധിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ മെത്തഡോളജി കോൾ ഔട്ട് ആണ്. മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മൾ മോർ ദാൻ 5 years ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ റീസെന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ട്രെൻഡ്സും ടോപ്പിക് ഫ്രീക്വൻസീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ ഫസ്റ്റ് ദ സ്റ്റേജ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5 ബ്ലോക്കുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബ്ലോക്കാണ് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് പറയാം. നിങ്ങൾ ആ 2 ബ്ലോക്ക് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്തായാലും പാസ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പാസ് മാർക്കിൽ ഒതുങ്ങുന്നതല്ല, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യത്തെ ഒരു 3 ബ്ലോക്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 5 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം ഫോക്കസ് ചെയ്തിട്ടും കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമ്മളൊരു പാസ്റ്റ് 5 ഇയേഴ്സിന്റെ ഒരു അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെ ബ്ലോക്ക് 1 നിന്നും 2 നിന്നും 3 നിന്നുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 4ഉം 5ഉം അതിന് ഫോളോവിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറില്ല എന്നുള്ളതല്ല. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആദ്യത്തെ 3 ബ്ലോക്കുകളാണ്. ആ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാർ ചാർട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത്. ഓരോ ബ്ലോക്ക് വൈസും ടോട്ടൽ ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസിന്റെ ബേസിസിലുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ആ ഒരു ബാർ ചാർട്ടിൽ, ആ ഒരു ബാർ ഡയഗ്രത്തിൽ നമ്മൾ ഷോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് 1 കമ്പനി അക്കൗണ്ട്സ് 1 എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഏകദേശം 37 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. ബ്ലോക്ക് 2 നിന്ന് കമ്പനി അക്കൗണ്ട്സ് 2 29 ക്വസ്റ്റ്യൻസോളം വന്നിട്ടുണ്ട്. ബ്ലോക്ക് 3 ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാല്യൂഷൻസിൽ നിന്ന് ഏകദേശം 24 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 4 അമാൽഗമേഷൻ ഓഫ് കമ്പനീസിൽ നിന്ന് 18 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്ലോക്ക് 5 അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസിൽ നിന്ന് അറൌണ്ട് 17 ക്വസ്റ്റ്യൻസും കഴിഞ്ഞൊരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടുത്തത് കോംപ്രഹെൻസീവ് ടേബിൾ ആണ്. കോംപ്രഹെൻസീവ് ടേബിളില് ഓരോ ടോപ്പിക് വൈസ് വരുന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്ന് മീനിങ്, ഫീച്ചേഴ്സ്, ഫോർമേഷൻ ഓഫ് കമ്പനി ഏകദേശം 8 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഒരു മീഡിയം കാറ്റഗറി ഓഫ് റെലവൻസിലാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്ന് ഇഷ്യൂ, ഫോർ ഫീച്ചർ, റീ ഇഷ്യൂ ഷെയർസ് ഏകദേശം 12 പ്രാവശ്യം ക്വസ്റ്റ്യൻസിന്റെ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. ഹൈ കാറ്റഗറി ഓഫ് റെലവൻസിലാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ബൈബാക്ക് ഓഫ് ഷെയർസ്, മോട്ടീവ്സ്, സെബി ഗൈഡ് ലൈൻസ് ഏകദേശം 6 പ്രാവശ്യം ഈ ഒരു ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി റെലവൻസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ബോണസ് ഷെയർസ് അപ്പിയറൻസ് 7 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ഓഫ് ഇമ്പോർട്ടൻസ് കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഡിബഞ്ചേഴ്സ് ടൈപ്സ് ഇഷ്യൂ റിഡംഷനിൽ 4 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയാണ്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് 11 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ പ്രയോറിറ്റിയിലാണ് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഡിവിഡൻസ്, ഡിപ്രീസിയേഷൻ, ടാക്സേഷനിൽ നിന്ന് 8 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ഡീൽ ചെയ്യുന്നത്. AS3 പ്രകാരം 10 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹൈ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹോൾഡിംഗ് കമ്പനീസ്, കൺസെപ്റ്റ്സ്, ടൈപ്സ്, ബാലൻസ് ഷീറ്റ് 7 ടൈംസ് ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസ്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 3 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് മെത്തേഡ്സ് 6 ടൈംസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാല്യൂഷൻ ഓഫ് ഷെയർസ് ആൻഡ് മെത്തേഡ്സ് ഫാക്ടേഴ്സ് 8 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അമാൽഗമേഷൻ, കൺസെപ്റ്റ്സ്, ടൈപ്സ് ആൻഡ് അക്കൗണ്ടിംഗ് 7 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് അമാൽഗമേഷന്റെ എൻട്രീസും ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനിലും 5 ടൈംസിൽ മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
നെക്സ്റ്റ് വൺ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ 6 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ അത് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബാങ്കിങ് കമ്പനി ബേസിക്സ് ആൻഡ് NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിന്റെ ആ ഒരു ഏരിയസിൽ നിന്ന് 5 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ഓഫ് ഇമ്പോർട്ടൻസിലാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തത് ബാങ്ക് അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട്, റിസർവ് റിക്വയർമെന്റ്സ്, ആ ഒരു ഏരിയസിൽ നിന്ന് 4 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ഫംഗ്ഷൻ സ്ട്രക്ചേഴ്സിൽ നിന്ന് 5 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് മീഡിയം കാറ്റഗറിയിലും. നോൺ പെർഫോമിംഗ് അസറ്റ്സ് NPAs എന്ന് പറയും, 3 ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലോ കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഹൈ, മീഡിയം, ലോ എന്നുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഹൈ 10 or more അപ്പിയറൻസ് വന്നിട്ടുള്ളതും, മീഡിയം 5 to 9 അപ്പിയറൻസ് വന്നിട്ടുള്ളതും, ലോ ലെസ് ദാൻ 5 അപ്പിയറൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ഹീറ്റ് മാപ്പ്, അതായത് ആ ഒരു കളേഴ്സ് ഉള്ള ആ ഒരു ഏരിയാസ് കൂടുതൽ, ഇപ്പൊ റെഡ് കളർ ഒക്കെ കാണുന്ന ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ലൊക്കെയാണ് കൂടുതൽ കാണുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2ലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡയഗ്രാം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ കളർ കീ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി, ഡാർക്ക് കളേഴ്സ് വരുന്നത് ഹൈ ഫ്രീക്വൻസി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. സോ അങ്ങനെയുള്ള ആ ഒരു ഏരിയാസിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇന്റൻസിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഏരിയാസിന്റെ കൊടുത്തിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അടുത്തത് ഹൈ yield ടോപ്പിക്സ് ആണ്. എന്ന് വെച്ചാൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ്. ഫസ്റ്റ്, ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഓഫ് ഷെയർസ്, ബ്ലോക്ക് 1, യൂണിറ്റ് 2, frequently appears in both short and long answer formats, often integrated with journal entries and balance sheet preparation. Second one, final accounts, profit and loss account, balance sheet, block 2, unit 6, core practical areas like regularly test through both preparation and analysis questions. Third one, cash flow statement, AS3, block 2, unit 8, emerged as a recurring standalone question, especially the indirect method, reflecting its importance in recent term and examination. നമുക്കറിയാം, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഏരിയാസ് ആണ് ഷെയർസിന്റെ ഇഷ്യൂ, ഫോർഫീച്ചർ, റീഇഷ്യൂ എന്ന് പറയുന്ന ഏരിയാസിലുള്ള ക്വസ്റ്റ്യൻസ്. ബ്ലോക്ക് 1 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഞാൻ തന്നെ ലൈവ് ട്യൂഷൻ ക്ലാസ്സുകൾ എടുത്ത ടൈമിൽ നിങ്ങളുടെ അടുത്ത് സ്റ്റുഡൻസിന്റെ അടുത്ത് സ്ട്രെസ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം. എന്നാൽ മാത്രമേ എക്സാമിന് നന്നായിട്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ബ്ലോക്ക് 1ലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ് ഇഷ്യൂ, ഫോർഫീച്ചർ, റീഇഷ്യൂ എന്നൊക്കെ പറയുന്ന ഏരിയാസ്. നെക്സ്റ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നതും ഈക്വൽ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. നമുക്കറിയാം ഡയറക്ട് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്ട് മെത്തേഡും ഉണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത് ഇൻഡയറക്ട് മെത്തേഡിൽ നിന്നാണ്. പിന്നെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഏരിയാസിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചു കാണാറുണ്ട് ബ്ലോക്ക് 2വിൽ നിന്ന്. അപ്പൊ അതൊക്കെ റിപ്പീറ്റേറ്റീവ് നേച്ചർ ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ ആ വരുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത്. അപ്പൊ 1 or 2 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, പല ടൈപ്പ് ഓഫ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ എത്ര മാർക്സിന് വരുന്നു, ഓരോ മാർക്കിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളം എഴുതണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ essay അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മീൻ ചെയ്യണത് ഒരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ essay അല്ലെങ്കിൽ ഒരു മൾട്ടി പാർട്ട് പ്രാക്ടിക്കൽസ് ആയിട്ട്, അതായത് നിങ്ങൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ തന്നെ പല പാർട്ടായിട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് ഈ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യൂഷ്വലി 16 to 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നിങ്ങൾ ഒരു 350 to 500 വേർഡ്സ് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. അടുത്തത് ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ എക്സ്പ്ലനേഷൻ പാർട്ടിലും കൺസെപ്റ്റിലും മിനി എസ്സേസ് ഫോമാറ്റിൽ നിങ്ങൾ അത് എഴുതേണ്ടി വരും. 6 to 10 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഒരു 100 to 180 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആൻസർ ചെയ്യേണ്ടി വരും.
പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, കാൽക്കുലേഷൻ, ജേർണൽ എൻട്രി എഴുതാൻ, അതൊക്കെ ഒരു 10 to 20 മാർക്സിന് വരാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻസ് മാത്രം കാണിച്ചാൽ പോരാ, വർക്കിംഗ് നോട്ട്സ് പറഞ്ഞിട്ട് അതിന്റെ വർക്കിംഗ്സും കൂടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എൻട്രീസ് എഴുതുമ്പോൾ തന്നെ ഇപ്പൊ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഫോർ ഫീച്ചർ ഷെയർസ് അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത്, അതൊക്കെ ഒരു വർക്കിംഗ് നോട്ട് ആയിട്ടും കൂടെ കാണിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ബ്രീഫ് നോട്ട് ആൻഡ് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻസ്, ഡിസ്റ്റിങ്ഷൻസ് ഓർ ഷോർട്ട് നോട്ട്സ് അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് 4 to 6 മാർക്സിനാണ്. 40 to 80 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ കേസ് സ്റ്റഡി സിനാരിയോ ആണ്. ആപ്ലിക്കേഷൻ ടു എ ഹൈപ്പോത്തറ്റിക്കൽ കേസ്, ഒരു കേസ് സ്റ്റഡി സിറ്റുവേഷൻ തന്നിട്ട് അതിനുള്ള ആൻസർ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് 10 to 16 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 200 to 300 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഓർ MCQ, ഫാക്ച്വൽ, റീകാൾ, ഡെഫിനേഷൻസ് അതിന്റെയൊക്കെ ഒരു ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1 or 2 ക്വസ്റ്റ്യൻസ് 1 സെന്റൻസിലൊക്കെയാണ് ആൻസർ ചെയ്യേണ്ടി വരിക. അപ്പൊ ഞാൻ പൊതുവേ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ അനുസരിച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് വരാറുള്ളത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ്, എൻട്രീസും ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. അപ്പം ഫോക്കസ് മോർ ഓൺ ദാറ്റ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം കേട്ടോ. നമ്മൾ ആ ഒരു കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് എപ്പോഴും വരാറുള്ളത് എസ് എ, ലോങ് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കൂടുതൽ വരാറുള്ളത്. ആ ഒരു മാർക്സിന്റെ അലോട്ട്മെന്റും കാര്യങ്ങളും ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തു. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് എഴുതുക. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണെങ്കിലും ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ഒക്കെ വർക്കിംഗ് നോട്ട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ജേർണൽ എൻട്രി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നരേഷൻ പ്രോപ്പർ ആയിട്ട് എഴുതണം. എൻട്രി മാത്രം എഴുതിയാൽ പോരാ, ബ്രാക്കറ്റിൽ ആ നരേഷനും കൂടെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മിസ് ആക്കരുത്. പിന്നെ ബ്രീഫ് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഡിഫൈൻ ബോണസ് ഷെയർസ് അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ സെക്ഷനും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് എഴുതുക. കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം സെക്ഷൻ എഴുതുക. സെക്ഷൻ തെറ്റിച്ച് എഴുതിയിട്ട് ഉള്ളിലുള്ളത് കറക്റ്റ് ആണെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ ബ്ലോക്ക് ആണ്. ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് കൂടുതൽ പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ലാസ്റ്റ് 5 സെഷൻസിന്റെ, അതായത് ഡിസംബർ 2021 മുതൽ നമ്മൾ ഒരു ഡിസംബർ 2023 വരെയുള്ള സെഷന്റെ ആ ഒരു 5 അറ്റംപ്റ്റിന്റെ ഇതിൽ ബേസിസിലാണ് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കമ്പനി അക്കൗണ്ട്സ് 1 ബ്ലോക്ക് 1 കമ്പനി അക്കൗണ്ട്സ് 1 നിന്ന് ഏകദേശം 20.6% ഓഫ് ക്വസ്റ്റ്യൻസും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആ ഒരു 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20.6% എന്താണ്, കമ്പനി അക്കൗണ്ട്സ് 1 നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പിന്നെ ബ്ലോക്ക് 2 കമ്പനി അക്കൗണ്ട്സ് 2 നിന്ന് 19.4%ഓളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബ്ലോക്ക് 3 ഹോൾഡിംഗ് കമ്പനി ആൻഡ് വാല്യൂഷനിൽ നിന്ന് 16%, ബ്ലോക്ക് 4 അമാൽഗമേഷനിൽ നിന്ന് 16.6% ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ബ്ലോക്ക് 5 ബാങ്കിങ് കമ്പനീസിൽ നിന്ന് അല്ലെങ്കിൽ അതർ ഇന്റർ ഡിസിപ്ലിനറി ഏരിയസിൽ നിന്ന് ഏകദേശം 13%, 14.4% തുടങ്ങിയിട്ടുള്ള റേഞ്ചിലാണ് എന്ത് ചെയ്യാറുള്ളത്, മാർക്സ് വരാറുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റിമൈനിങ് ബ്ലോക്കിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതൊരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഓരോ പ്രാവശ്യം വന്നിട്ടുള്ള എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ ഡയഗ്രാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെ എസ് എ ലോങ് ആൻസർ ഒക്കെ 45%, 40%, 40%, 42%, 38%. അതായത് കഴിഞ്ഞ 5 സെഷൻസിലായിട്ട് ഇപ്പൊ ആദ്യത്തെ കൊല്ലം 45%ഓളം എസ് എ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സെഷനിൽ 38% വരെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് 25% ആയിരുന്നു, അത് 30% ആയിട്ടുണ്ട്. അതിലൊരു ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യേണ്ടത്. ന്യൂമറിക്കൽ പ്രോബ്ലം പണ്ടൊക്കെ 22% ഉണ്ടായുള്ളൂ. നൗ ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 26% ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബ്രീഫ് നോട്ട് ഓർ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് 8% ഉണ്ടായിരുന്നത് ഇപ്പൊ 6% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാറ്റേൺസ് ഒക്കെ മാറിയും മറിഞ്ഞും വരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസ് എന്ത് ചെയ്യുക, എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോയിട്ടുണ്ടെങ്കിൽ പാറ്റേൺ എങ്ങനെ മാറിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുന്ന സമയത്ത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. 25ൽ നിന്ന് ഏകദേശം 30%ഓളം എന്താണ് ഷോർട്ട് നോട്ടിലോട്ട് ഒരു റൈസിംഗ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് 26% ആയിട്ടുണ്ട്. എസ് എ ലോങ് ആൻസർ 45ൽ നിന്ന് 38% ആയിട്ട് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ്. നമുക്കറിയാം 3 hours ടൈമാണ് നമുക്ക് കിട്ടുന്നത്. 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യണം. അപ്പൊ അറൌണ്ട് ഒരു എസ് എ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഒരു 38 to 45% ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അറൌണ്ട് ഒരു 80 to 90 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഏകദേശം 4 ക്വസ്റ്റ്യൻസോളായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 20 to 22 മിനിറ്റ് ഒരു ക്വസ്റ്റ്യന് സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ മൊത്തത്തിൽ ഒരു 80 to 90 മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഷോർട്ട് നോട്ട് പറയുക
എക്സ്പ്ലെയിൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 26-30% ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നിങ്ങൾ ഒരു 50-55 നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 10-11 സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നെക്സ്റ്റ് കാറ്റഗറി ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് ഏകദേശം 22-26% ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 40-45 ഏകദേശം 2-3 ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ ഒരു 15-20 ടൈം അലോട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസും കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ബ്രീഫ് നോട്ട് ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 6-10% ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ബാലൻസ് ഉള്ള ഒരു 15-20 എന്ത് ചെയ്യുക, ക്യുക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അത് ആ ടൈം യൂസ് ചെയ്യുക. എപ്പോഴും ഒരു ലാസ്റ്റ് ഒരു 10-15 എക്സ്ട്രാ ഒരു സ്പെയർ ടൈം വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മൾ എഴുതിയതൊക്കെ നമുക്ക് തന്നെ ഒന്നും കൂടെ നോക്കാനും ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയാസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ വെറുതെ ഇങ്ങനെ എഴുതി പോണതിന് പകരം ഇപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതി പോകുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങളിൽ ഒരു അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അത് വാല്യൂ ചെയ്യുന്ന എക്സാമിനറെ സംബന്ധിച്ചിടത്തോളം അറിയാതെ തന്നെ മാർക്ക് ഇടാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ നിങ്ങൾ കുറച്ച് വൃത്തിക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തേന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് ഫോർ ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമുക്ക് ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസിന് ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കുക. ഏകദേശം 7 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മെത്തേഡ്സ് ഓഫ് വാലുവേഷൻ ഓഫ് ഷെയർസ് വിത്ത് എക്സാമ്പിൾസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു വാലുവേഷൻ ഓഫ് ഷെയർസോ അല്ലെങ്കിൽ വാലുവേഷൻ ഓഫ് ഗുഡ് വില്ലോ അത് എപ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആ 2 ഏരിയാസ് മസ്റ്റ് ആയിട്ട് തന്നെ കവർ ചെയ്ത് പോകാൻ വേണ്ടി നോക്കണം. അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞ ഒരു 7 ടൈംസോളം അങ്ങനെ വന്നിട്ടുണ്ട്. തേർഡ് വൺ, പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ ഇൻഡയറക്ട് മെത്തേഡ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്ട് മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്. സെക്കൻഡ് കാറ്റഗറി ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ 3 കാറ്റഗറിയിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ചെയ്യാറുള്ളത്. അതിൽ ഡയറക്ട് മെത്തേഡും ഇൻഡയറക്ട് മെത്തേഡും നമ്മളൊരു ഡിഫറൻസ് വരുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ കാൽക്കുലേഷനിലാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി നോക്കുക. Fourth one, explain the methods of accounting for amalgamation as per AS14. AS14 പ്രകാരം അമാൽഗമേഷന്റെ അക്കൗണ്ടിങ് ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ്. ഏകദേശം 6 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, ഡിഫറെന്റ് മെത്തേഡ്സ് കാര്യങ്ങളുണ്ട്. അതിന്റെ അക്കൗണ്ടിങ് മെത്തേഡ്സ് ഡിഫറെന്റ് ഉണ്ട്. പർച്ചേസ് മെത്തേഡ്, പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ്, അങ്ങനെ മെർജർ, അമാൽഗമേഷൻ നേച്ചർ ഓഫ് മെർജർ ഉണ്ട്, പർച്ചേസിന്റെ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ അക്കൗണ്ടിങ് മെത്തേഡ് ഡിഫറെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് വൺ, വാട്ട് ഈസ് മെന്റ് ബൈ നോൺ പെർഫോമിംഗ് അസറ്റ് NPA, എക്സ്പ്ലെയിൻ റീസൺസ് ഫോർ ദെയർ ഗ്രോത്ത്. 6 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലാസ്റ്റത്തെ നമ്മുടെ ബാങ്കിങ് കമ്പനീസിലൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് NPA മസ്റ്റ് ആയിട്ട് ഒന്ന് നോക്കിയിട്ട് പോവുക. ഈ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. സിക്സ്ത് വൺ, റൈറ്റ് ജേർണൽ എൻട്രീസ് ആൻഡ് പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഫോർ ഷെയർ ഇഷ്യൂ ആൻഡ് ഫോർഫീച്ചർ. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ എന്നൊക്കെ പറഞ്ഞ പല മെത്തേഡ്സും കാര്യങ്ങളും ഉണ്ട്. പല സ്റ്റേജസ് ഓഫ് ഇഷ്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ആരെങ്കിലും എന്തെങ്കിലും ഇത് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അതിന്റെ ഫോർഫീറ്റ് ചെയ്യേണ്ടി വരും, ആ ഷെയർസ് തിരിച്ചെടുക്കേണ്ടി വരും, അതിന്റെ എൻട്രീസ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പിയറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 6 ടൈംസോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. Seventh one, distinguish between amalgamation in the nature of merger and purchase. Appearance count 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് ആണ്. അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറും ഉണ്ട്, പർച്ചേസും ഉണ്ട്. ഒരു 5 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിലാണ് അത് പർച്ചേസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറുക. അപ്പൊ അത് 5 കണ്ടീഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോവുക. 8th one, describe the process of redemption of preference shares. Preference shares റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ, തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കണ്ടീഷൻസും പ്രോസസ്സും ഉണ്ട്. അത് നോക്കിയിട്ട് പോവുക. ഏകദേശം 5 പ്രാവശ്യത്തോളം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
9th ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വാല്യൂഷൻ ഓഫ് ഷെയർസ് ആൻഡ് വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ രണ്ട് ഏരിയയും പഠിക്കുക. അപ്പറൻസ് കൗണ്ട് ഒരു 5 ടൈംസ് വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 10th ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ സ്ട്രക്ചർ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ആസ് പെർ ദ കമ്പനീസ് ആക്ട്. ഫൈനൽ അക്കൗണ്ട്സിന് ഒരു സ്ട്രക്ചറും കാര്യങ്ങളും ഉണ്ട്, അതിന് ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾ അത് നോക്കിയിട്ട് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഫോർമാറ്റും കാര്യങ്ങളും ഷെഡ്യൂൾ നമ്പർ ഒക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പോകാൻ വേണ്ടി നോക്കുക. അപ്പറൻസ് കൗണ്ട് ഒരു 5 പ്രാവശ്യത്തോളം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അടുത്തത് ഫ്രീക്വൻസി ടേബിൾ ആണ്. എപ്പോഴും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ കണ്ടീഷൻസ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. ബ്ലോക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ 3rd യൂണിറ്റ് നിന്നാണ് 7 പ്രാവശ്യത്തോളം വന്നിട്ടുണ്ട്. ഒരു ആവറേജ് മാർക്ക് നിങ്ങൾ ഈ ടേബിൾ നോക്കിയാൽ മതി, 8.6 മാർക്സോളം വന്നിട്ടുണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയാസ് ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്. മെത്തേഡ്സ് ഓഫ് വാല്യൂഷൻ ഓഫ് ഷെയർസ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്ട് മെത്തേഡ് ഉണ്ട്, മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ ഉണ്ട്, നോൺ പെർഫോമിംഗ് അസെറ്റ് മീനിങ് ആൻഡ് റീസൺസ് വരാറുണ്ട്, ജേർണൽ എൻട്രീസ്, ബാലൻസ് ഷീറ്റ് ഫോർ ഷെയർ ഇഷ്യൂ ആൻഡ് ഫോർഫീച്ചർ, അമാൽഗമേഷൻ മെർജർ വേഴ്സസ് പർച്ചേസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പ്രോസസ്, മീനിങ് ആൻഡ് നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, സ്ട്രക്ചർ ഓഫ് കമ്പനി, ഫൈനൽ അക്കൗണ്ട്സ്. ഈ ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെയൊക്കെ ആവറേജ് മാർക്സ് കാൽക്കുലേഷനും എത്ര ഏകദേശം വരുന്നുണ്ട്, എത്രത്തോളം പ്രാവശ്യം അപ്പിയറൻസ് വന്നിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ടേബിളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. നമ്മളെ ഒരു രീതിയിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈമർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി നോക്കുക. അതിനോ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജിയിലോട്ട് എത്തിക്കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ടേബിൾ ഓൾറെഡി വന്നു, നിങ്ങൾക്ക് ടൈം കുറവാണ്. പക്ഷെ ഓൾറെഡി ഇപ്പൊ പഠിച്ചു പോയവരെ സംബന്ധിച്ചിടത്തോളം പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്ത് പോകുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ടൈമർ സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി എല്ലാ പ്രോബ്ലംസും ഒരു ലാസ്റ്റ് മിനിറ്റ് പഠിത്തത്തിന് വേണ്ടി ഇരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വർക്ക്ഔട്ട് ചെയ്യാൻ ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഏറ്റവും ടഫ് ആയിട്ടുള്ള 1-2 പ്രോബ്ലംസ് ടൈമർ വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓരോ ഇല്ലസ്ട്രേഷൻസ് നോക്കുമ്പോഴും ചെറിയ അഡീഷൻസ് വരുന്നതനുസരിച്ച് ഇല്ലസ്ട്രേഷന്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. അപ്പൊ നിങ്ങൾ ഏറ്റവും ലാസ്റ്റത്തുള്ള ഇല്ലസ്ട്രേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഉള്ള പ്രോബ്ലം ആയിരിക്കും. അപ്പൊ നിങ്ങൾ 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. പിന്നെന്താ, ആ ഒരു പണ്ടത്തെ രീതി ആൻസർ ഗൈഡ് ബുക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇപ്പോൾ ലേൺ വൈസിന്റെ കേസിലാണെങ്കിൽ ലേൺ വൈസിന്റെ ആപ്പിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ വാൻ നോട്ട്സ് ഉണ്ട്, അപ്പോൾ നമ്മുടെ EP എക്സാം പീഡിയ ഉണ്ട് നമുക്ക്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. പിന്നെന്താ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരു 1-2 പ്രാവശ്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, ഒരു കഴിഞ്ഞൊരു 10 അറ്റംപ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള 58% ഓഫ് ഓൾ ലോങ് ആൻഡ് മീഡിയം ഫോർമാറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഏകദേശം ഒരു 10 പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്ട് മെത്തേഡ് 10.3%, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ AS14 ആ ഒരു തിയറി പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം 10.3%, ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് 12.1%, വാല്യൂഷൻ ഓഫ് ഷെയർസ് 12.1%, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത് കൂടാണ്ട് തന്നെ ഒരു 8.6 റേഞ്ചിൽ തന്നെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനി, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, മെർജർ വേഴ്സസ് പർച്ചേസ്, അമാൽഗമേഷൻ, ഷെയർ ഇഷ്യൂ ആൻഡ് ഫോർഫീച്ചർ തുടങ്ങിയിട്ടുള്ള NPA തുടങ്ങിയുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ മുൻപത്തെ സ്ലൈഡുകളിലും പറഞ്ഞിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം ആ ഒരു ഏരിയാസ് എല്ലാം തന്നെ കവർ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോകാൻ വേണ്ടി നോക്കുക. നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് അപ്പിയറൻസസ് ഇൻ ലാസ്റ്റ് 10 പേപ്പേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ് ഇൻടു 100 വെച്ചിട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 പ്രാവശ്യത്തെ അറ്റംപ്റ്റ് എടുക്കുകയാണെങ്കിൽ 5 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ 5 to 10 ഇൻടു ആ ഒരു ടോട്ടൽ പേപ്പേഴ്സിന്റെ കൗണ്ട് 100 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മളിപ്പോ ചെയ്തു പോയിട്ടുള്ളത് കേട്ടോ. പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം എക്സാമിന് വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഇത്ര നാൾ വന്നതിന്റെ ബേസിസിൽ ആ ക്വസ്റ്റ്യൻസ് വരാനുള്ള ഒരു പ്രോബബിലിറ്റി പെർസെന്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ഇഷ്യൂ ആൻഡ് ഫോർഫീച്ചർ ആൻഡ് റീഇഷ്യൂ ഷെയർസിന് 80% പ്രോബബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ്. വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, വാല്യൂഷൻ ഓഫ് ഷെയർസ്, മെത്തേഡ്സ് ഓർ എക്സാമ്പിൾസ്, അമാൽഗമേഷൻ, മെർജർ വേഴ്സസ് പർച്ചേസ്, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ AS14, നോൺ പെർഫോമിംഗ് അസറ്റ് തുടങ്ങിയുള്ള ഏരിയാസ് എന്നൊക്കെ എന്താണ് എപ്പോഴും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ ഏരിയാസ് ഒക്കെ തന്നെ എന്താണ് ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്.
പിന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഫൈനൽ അക്കൗണ്ട്സ്, ബാങ്ക് ടെല്ലർ ആൻഡ് സ്ലിപ്പ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള ഏരിയാസ് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാങ്ക് ടെല്ലർ ആൻഡ് സ്ലിപ്പ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ലോ കാറ്റഗറി ആണെങ്കിലും ജസ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾ സ്ലിപ്പ് സിസ്റ്റം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിങ്ങൾ ബാങ്കിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കാശ് ഇടണമെന്നുണ്ടെങ്കിലും അക്കൗണ്ടിൽ നിന്ന് എടുക്കണമെങ്കിലൊക്കെ നിങ്ങൾ സ്ലിപ്പുകൾ എഴുതി കൊടുക്കണം. അത്ര തന്നെയുള്ള സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഇത് വായിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഓൺ വേർഡ്സിലാണെങ്കിലും അതൊക്കെ എഴുതി ഫലിപ്പിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇപ്പൊ നമ്മൾ ആ അനലൈസ് ചെയ്തതിന്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാവും എപ്പോഴും ജേർണൽ എൻട്രീസ് എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻഡയറക്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെയും വാല്യൂഷൻ ഓഫ് ഷെയർസ് മെത്തേഡ്സിന്റെയും ഡിഫറൻസ് ബിറ്റ്വീൻ മെർജർ ആൻഡ് പർച്ചേസും പിന്നെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഫോർ അമാൽഗമേഷൻ ആസ് പെർ AS14 ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയാസ് തന്നെയാണ്. NPA മീനിങ്ങും റീസൺസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ചോദിക്കാറുണ്ട്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ചോദിക്കാറുണ്ട്, പിന്നെന്താ ഫൈനൽ അക്കൗണ്ട് ഫോർമാറ്റ് ചോദിക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇപ്പൊ NPA അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തിയറി ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇഷ്യൂ ഫോർ ഫ്യൂച്ചർ റീഇഷ്യൂ ഓഫ് ഷെയർസ് ആണ്. സെക്കൻഡ് വൺ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. തേർഡ് വൺ വാല്യൂഷൻ ഓഫ് ഷെയർസ്. ഫോർത്ത് വൺ നമ്മൾ ഒരു മീഡിയം പ്രയോറിറ്റിയിൽ നമ്മൾ കൊടുക്കേണ്ടത് അമാൽഗമേഷൻ, മെർജർ വേഴ്സസ് പർച്ചേസ്, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ, AS14 ആ ഒരു ബോത്ത് പ്രാക്ടിക്കൽ തിയറട്ടിക്കൽ സ്റ്റെപ്സ് ഒന്ന് നോക്കി വെക്കാം. നോൺ പെർഫോമിംഗ് അസെറ്റ്സ് നമ്മള് എന്താണ്, അതെന്തൊക്കെയാണ്, NPA എന്താണെന്നുള്ളത് ജസ്റ്റ് ഫ്ലാഷ് കാർഡ്സ് എന്നുള്ളത് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഷോർട്ട് നോട്ട്സോ കാര്യങ്ങളായിട്ട് നിങ്ങൾ അത് എഴുതി വെക്കുക. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പിന്നെ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഫൈനൽ അക്കൗണ്ട്സ് തുടങ്ങിയുള്ള ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ബ്ലോക്കിൽ നിന്ന് ബാങ്ക് ടെല്ലർ സ്ലിപ്പ് സിസ്റ്റം ഒക്കെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വരാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് കൂടുതൽ നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പൊ നമ്മള് പറഞ്ഞായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും വരുന്ന ഏരിയാസ് ആണ് ഇഷ്യൂ, ഫോർഫീച്ചർ, റീഇഷ്യൂ ഓഫ് ഷെയർസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, വാല്യൂഷൻ ഓഫ് ഷെയർസ് ഒക്കെ ഏകദേശം 80% 70% പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. അമാൽഗമേഷൻ, മെർജർ വേഴ്സസ് പർച്ചേസ്, അക്കൗണ്ടിംഗ് ഫോർ അമാൽഗമേഷൻ, നോൺ പെർഫോമിംഗ് അസെറ്റ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഫൈനൽ അക്കൗണ്ട്സ് ഒക്കെ ഏകദേശം 60 to 50%, 50 to 60% പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് ആണ്. ബാങ്ക് ടെല്ലർ സിസ്റ്റം ഒക്കെ ഏകദേശം 30%ഓളം പ്രോബബിലിറ്റി ഉള്ള ഏരിയാസ് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഹൈ പ്രയോറിറ്റി ഏരിയാസ് ഫസ്റ്റ് കവർ ചെയ്യുക, ദെൻ മീഡിയം പ്രയോറിറ്റിയിലോട്ട് പിന്നെ ലോ പ്രയോറിറ്റിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് നിങ്ങൾ അത് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടുത്തത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമ്മൾ ഇഗ്നോ എങ്ങനെയാണോ ടേർമിനൽ എക്സാമിനേഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരാറില്ല, അതേ പാറ്റേണിൽ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലേൺവൈസ് ആപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ഫസ്റ്റ് ഹാൻഡ് റിവിഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആൻസർ കീ റെഫർ ചെയ്യുക കേട്ടോ. മറ്റുള്ള സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ടെക്സ്റ്റിന്റെ ഹെൽപ്പോട് കൂടെ നിങ്ങൾ ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും യൂണിവേഴ്സിറ്റി എക്സാം പോലെ തന്നെ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 20 മാർക്സിനാണ്.
A part, Alpha Textiles Limited issued 25,000 equity shares of 20 each at a premium of 5 per share, payable as 10 on application including premium, 5 on allotment and 10 on first and final call. Applications were received for 32,000 shares. Allotment was made on a pro rata basis. One shareholder who was allotted 800 shares failed to pay the allotment and call money. His shares were forfeited and reissued at 18 per share. Pass necessary journal entries and prepare the company's balance sheet after these transactions. Entries എഴുതാനും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള അതാണ് ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓരോരോ സ്റ്റെപ്പിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എൻട്രീസ് കാര്യങ്ങൾ എഴുതി പോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. Second category of question, briefly explain the legal and procedural steps involved in the reissue of forfeited shares. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു തിയറി നേച്ചറിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആ സ്റ്റെപ്സും കാര്യങ്ങളും പ്രൊസീജിയേഴ്സും എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിലെ എ പാർട്ട്, പ്രിപ്പയർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആസ് പെർ AS3 ഇൻഡയറക്ട് മെത്തേഡ് ഫ്രം ദ ഫോളോയിങ്. നെറ്റ് പ്രോഫിറ്റ് 75,000 തന്നിട്ടുണ്ട്, ഡിപ്രിസിയേഷൻ 12,000, ഇൻക്രീസ് ഇൻ ഇൻവെന്ററി 10,000, ഇൻക്രീസ് ഇൻ ക്രെഡിറ്റേഴ്സ് 5,000, ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി 3,000, ഡിവിഡൻഡ് പെയ്ഡ് 8,000, ഇൻകം ടാക്സ് പെയ്ഡ് 6,000, സെയിൽ ഓഫ് മെഷീനറി 18,000. ഇൻഡയറക്ട് മെത്തേഡിൽ നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആ ഒരു ടേബിൾ ഫോമാറ്റ് ഒക്കെ വരച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. B part question, explain two major differences between a cash flow statement and an income statement. Cash flow statement ഉം income statement ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. either ടേബിൾ ഫോമാറ്റിലോ അല്ലെങ്കിൽ രണ്ട് പാർട്ടായിട്ട് പാരഗ്രാഫ് ഫോമാറ്റിലോ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. Question 3, 20 marks എന്നുള്ളതാണ്. XYZ Limited needs to determine the value of its equity shares for a potential merger. The company has a capital of rupees 10 lakh, 100 per share, maintains average annual profit of 1,80,000, and the normal rate of return is 12%. Net asset excluding goodwill amount to 11,50,000. Calculate the value per share using the net asset method and yield method. Show all workings and state your assumptions. എന്ത് ചെയ്യുക, വാല്യൂഷൻ ഓഫ് ഷെയർസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല എഴുതണം, വർക്കിംഗ്സ് കാണിക്കണം. നിങ്ങളായിട്ട് എന്തെങ്കിലും അസംഷൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, 20 മാർക്സിന്. എ പാർട്ട്, ഡിഫൈൻ അമാൽഗമേഷൻ ആസ് പെർ AS14. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ ആൻഡ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് purchase with any two examples for each. ആ ഒരു എക്സാമ്പിൾസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കണ്ടീഷൻസും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ബി പാർട്ട്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഇൻ ദ ബുക്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി അണ്ടർ ദ പർച്ചേസ് മെത്തേഡ്. പർച്ചേസ് മെത്തേഡ് പ്രകാരം അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ആ ഒരു എൻട്രീസും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ബ്ലോക്ക് 4 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. Question number 5. The following are the balances extracted from Beta Limited as at 31st March 2025. Equity share capital 5 lakh, general reserve 1 lakh, profit and loss account 80,000, 12% debentures 2 lakh, Sunday creditors 90,000, tangible fixed assets 6 lakh, inventory 70,000, debtors 1 lakh, cash at bank 50,000. After providing 20,000 for tax and 40,000 for proposed dividend, prepare the final accounts of the company, profit and loss and balance sheet as per Schedule 3 of Companies Act 2013, including all major heads and subheads. ആ ഒരു ഫോമാറ്റ് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതുക. ഡയറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ജസ്റ്റ് ആ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേസ് ചെയ്യാന്നുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഫൈനൽ അക്കൗണ്ട്സ് ഫോമാറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, 20 മാർക്സ്. A പാർട്ടിലുള്ളത്, what are non-performing asset NPAs? Describe with suitable examples how income on NPAs is recognized and reported as per prevailing banking regulations. Block 5 Unit 90 non-performing assets എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എന്താണ് NPA എന്നുള്ളത് ആദ്യം മെൻഷൻ ചെയ്യുക. പിന്നെ എക്സാമ്പിൾസ് എങ്ങനെയാണ് NPA റെക്കഗ്നൈസ് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ള രീതിയിലുള്ള ബാങ്കിങ് റെഗുലേഷന്റെ ബേസിസിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ബി പാർട്ട്, ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ 4 മേജർ കോസസ് ഫോർ ദ എമർജൻസ് ഓഫ് NPAs ഇൻ ഇന്ത്യൻ ബാങ്ക്സ്. NPAയുടെ എമർജിംഗ് സിറ്റുവേഷൻസിനുള്ള റീസൺസ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഒരു 6-7 പഠിച്ചു വെച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. Question number 7, 20 marksinalla. A part, Sunrise Limited intends to redeem 1,50,000 12% preference shares at a premium of 5% for this purpose. It issues 2,000 equity shares of 100 each at a premium of 10%. Show journal entries for the entire redemption process, including the creation and utilization of capital redemption reserve. ആ ഒരു എൻട്രീസും കാര്യങ്ങളും എഴുതുക. ആ ഒരു റിഡംഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളതും ക്യാപിറ്റൽ റിഡംഷന്റെ യൂസും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ബി പാർട്ട്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ദാറ്റ് മസ്റ്റ് ബി ഫുൾഫിൽഡ് ഫോർ ദ ലോഫുൾ redemption of preference shares under the Companies Act 2013. നമ്മുടെ redemption of preference sharesന്റെ കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. തിയറി ക്വസ്റ്റ്യൻ ആണ്. Question number 8, 20 marksന്. ABC Limited is considering 2 options for valuing goodwill, the super profit method and the capitalization method. The following information is available. Average profit 2,50,000, normal profit at 10%, 1,80,000, capital employed
18 lakh. Number of years purchase for. Calculate the value of goodwill under both methods and compare your result. Block 3 Unit 11 valuation of goodwill എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് മെത്തേഡ് വെച്ചിട്ട്, രണ്ട് മെത്തേഡ് അല്ല, അതിലധികം മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മെത്തേഡിലുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിന്റെ. കമ്പനി അക്വയർസ് അസറ്റ്സ് worth rupees 10 lakh and liabilities worth 2 lakh of Zeta Limited for a purchase consideration of 9 lakh paid by issuing fully paid shares of rupees 10 each. Prepare the necessary journal entries in the books of acquiring company and explain how such a transaction is reflected in the post acquisition balance sheet. അതായത് പ്രീ അക്വിസിഷൻ പീരീഡും ഉണ്ട്, പോസ്റ്റ് അക്വിസിഷൻ പീരീഡും ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് അക്വിസിഷൻ ഇതിലിപ്പോ ഒരു ഡേറ്റും കാര്യങ്ങളും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ പോസ്റ്റ് അക്വിസിഷൻ ബാലൻസ് ഷീറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ഒരു എന്ന് മുതലാണെന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് ഒറ്റ ബാലൻസ് ഷീറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. Question number 10, 20 marks. Write short notes on the following any for. Provision for taxation in company accounts, block 2, unit 7. Second one, buyback of shares, motives and legal provisions, block 1, unit 3. Third one, difference between debentures and shares, block 1, unit 5 എന്നുള്ള question ആണ്. Fourth one, structures of Indian commercial banks, block 5, unit 18. Fifth one, purchase consideration methods and calculation, block 4, unit 13. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ തന്നിട്ടുള്ളത്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പോസിബിൾ ആകുമോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ വീണ്ടും പറയണം, ലേൺ വൈസിലുള്ള സ്റ്റുഡൻസിന് ഇതിന്റെ ആൻസർക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും, അത് റെഫർ ചെയ്യാം. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. പ്രോബ്ലം പേപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് ആരും എക്സാം എഴുതാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഫെയിൽ ആവുന്നുള്ള ഒരു മുൻവിധിയോടുകൂടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും എക്സാം ക്ലിയർ ചെയ്യട്ടെ കേട്ടോ.